അപ്പം ഗൈസ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഐക്കിയയുടെ സ്റ്റോറിലാണ്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാം നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്റ്റോറാണ്. അപ്പം നമുക്കിത് ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസിൽ തന്നെ തുടങ്ങാം. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഈ എന്താ പറയുക, ഈ നൂലൊക്കെ വിളിഞ്ഞ് നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ആ നൂലൊക്കെ എടുത്ത് കളഞ്ഞ് ഡ്രസ്സിനെ സുന്ദരക്കുട്ടപ്പനാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. വെറും 400 ഫിൽസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ബാസ്ക്കറ്റ് വേണ്ടേ ഇതൊക്കെ ഇടാൻ? എവിടെ നിന്ന് എടുക്കുക നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ? ബാസ്ക്കറ്റ് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്, നോക്കട്ടെ. പുറത്തുണ്ട്, അതവിടെ എടുത്തിട്ട് വരട്ടെ അയാൾ. സോറി ഗൈസ്, ഐ എം ഗോയിങ് ഔട്ട് സൈഡ് ബിക്കോസ് കുറച്ച് ബാസ്ക്കറ്റ് എടുക്കാനുണ്ട്, മറന്നുപോയി. അപ്പം നോക്കട്ടെ. ഇവിടെ അതൊക്കെ ഉണ്ടോ? ഇവിടെ നമുക്കൊരു ബെഡ്റൂം എന്നിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാം കണ്ടോ, ഒരു ബെഡ്റൂം മോഡൽ തന്നെ ഉണ്ട്. ഇതാണ് ഞാൻ കേട്ടോ, കണ്ടോ, ഭയങ്കര അടിപൊളി ഒരു വാർഡ്രോബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇതൊക്കെയായിട്ട് ഡ്രസ്സിങ് ടേബിൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. നമുക്കൊരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡ്രസ്സ്, ഇതുപോലത്തെ ഒരു ക്യൂട്ട് ഐറ്റംസ്. ഇതൊരു ബെഡ്റൂമിൻ്റെ ഒരു ഡിസൈനാണ്. ബെഡ്റൂമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്കായിരിക്കുമേ. ഇതെന്താ, ഭയങ്കര ഒരു പ്രീമിയം ലുക്കാണ്, ഒന്നും പറയാനില്ല. കണ്ട, എന്നിട്ട് കോർണറിൽ ഇങ്ങനെ ഒരു കസേരയും ഒരു ചെയറൊക്കെ കൊടുത്ത് നമുക്കിതാ വാഷ് പീസ് ഒക്കെ ഒരു നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ്. കണ്ട, ഒരു അറ്റാച്ച്ഡ് ഒരു ബാത്റൂം ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ടേബിൾ ലൈറ്റ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ച് ഇതുപോലെ ഒരു ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ടാൽ ഭയങ്കര ഒരു ലുക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പല ഡിഫറെൻറ്റ് സ്റ്റൈൽസ് വരുന്നുണ്ട് കണ്ടോ. ഇതൊരു സോഫ സെറ്റ്, ഇതൊരു ലിവിങ് റൂം സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ടി വിൻ്റെ ഒരു ഏരിയ ഇങ്ങനെ വരും. ഇത്രയേ വേണ്ടു ആക്ച്വലി. ഇതൊക്കെ കണ്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബുക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കബോർഡ്സ്. പിന്നെ ഇതാ അവിടെ കുറച്ച് ബുക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന. പിന്നെ ഇത് നമുക്ക് കിച്ചണിലേക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഭയങ്കര സെറ്റായിട്ടുണ്ട്. അപ്പോൾ അന്ന് വീഡിയോ എന്നാലും കുഴപ്പമില്ല. അത് മിറർ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ. മിറർ വരുന്നത് ഭയങ്കര 16 വീഡിയോ ഈ ഒരു മിററിന്. ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ. 16 വീഡിയോ ആണ് ഈ ഒരു മിററിന് വരുന്നത്. മിറർ ഭയങ്കര അടിപൊളിയാണ്. ഓരോ ചെറിയ സാധനം. കുട്ടികളുടെ ഓർഗനൈസറാണ് കേട്ടോ ഇത്. കുട്ടികളുടെ ടോയ്സും അങ്ങനെയൊക്കെ വെക്കുന്നത്. പിന്നെ ഇതൊക്കെ ചെറിയ റേറ്റ്സിൻ്റെ സാധനങ്ങളുണ്ട് ഇവിടെ ഉണ്ടോ. ഇതൊക്കെ കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഒരു കബോർഡ് സെറ്റ്, ഡൈനിങ് ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നല്ല സൂപ്പറാണ്. ഭയങ്കര ഇഷ്ടമായി. ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാം കണ്ടോ. ഇൻറ്റീരിയറൊക്കെ വെച്ച് ചെറിയൊരു ഡൈനിങ് ടേബിള്, നല്ല ഗ്ലാസ് ഹോൾഡേഴ്സ്, ഇതൊക്കെ നമുക്ക് കിച്ചണിലേക്കൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്ന നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല എന്താ പറയുക പാത്രങ്ങളെല്ലാം കൂടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ലുക്കാണ്. ആക്ച്വലി ഞാൻ വന്നത് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അതിൻ്റെ ഇടയിലേക്കൂടെ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ വേറെ പലതും എടുക്കാൻ വേണ്ടി പോയതുകൊണ്ട്. ഇത് കുട്ടികളെടുക്കുന്ന സാധനമാണ്. സോറി, എനിക്ക് മാറിപ്പോയി ഗൈസ്. നമുക്ക് സാധനം വെക്കുന്ന സാധനമാണ് വേണ്ടത്. ഭയങ്കര വലിയ ട്രോളി മാത്രമേ ഇവിടെ ഉള്ളൂ തോന്നുന്നു. നമുക്ക് ആക്ച്വലി കുഞ്ഞു ട്രോളി മതിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞു ട്രോളിൻ്റെ ഓപ്ഷൻ ഇല്ല. കിഡ്സിൻ്റെ ഒരു റൂം കണ്ടാലോ, നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് ഒറ്റ കുട്ടികൾക്കൊക്കെ 2 കുട്ടികൾക്കൊക്കെ കിടക്കാൻ വേണ്ടി പറ്റും.
ഭയങ്കര ക്യൂട്ടായിട്ട് അതും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഫോട്ടോസും 2 സൈഡിൽ ഇതുപോലെ ഹോൾഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റാവുക. പിന്നെ ഇതാ സൈഡിൽ ഇതുപോലൊരു മിറർ വെച്ച് ഇതുപോലെ കുറച്ച് ബുക്സൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്നൊരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പ്രീമിയം ലുക്കിൽ കിട്ടും. നമുക്കൊരു റൂം കസ്റ്റമൈസ് ചെയ്യാൻ. ഇവിടെ ഒരു ഭയങ്കര ഇതാണ്ടോ കബോർഡ്സ്. ഇതാണ് കബോർഡ്സ് ഇങ്ങനെയാണ് വരുന്നത്. വലിയൊരു മിററും പിന്നെ 2 സൈഡിൽ കബോർഡ്സ്, പിന്നെ സൈഡിൽ ഒരു സൈഡ് ടേബിൾ ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഇസ് വെരി നൈസ്. ഓക്കെ, നമുക്ക് വാങ്ങിക്കേണ്ട സാധനത്തിൻ്റെ അടുത്തേക്ക് പോവാം. ഇതൊരു ലോങ് വ്ളോഗായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ടൊക്കെ ഞാൻ ഇടും, കാരണം ഇതിലൊരുപാട് നിങ്ങൾക്ക് കാണേണ്ട ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടോ കുട്ടികളുടെ ചെറിയ ടോയ്സൊക്കെയാണ് നമുക്ക് റൂംസിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതൊക്കെ കുട്ടികൾക്ക് ഇരിക്കേണ്ട സ്റ്റൂൾസ്, കുട്ടികളുടെ ക്യൂട്ട് ചെയേഴ്സ് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ അവരുടെ റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും നമുക്ക്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, നമുക്കിതാ ഇത് വേറൊരു റൂം ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൂമാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് കണ്ടോ. ഇത് നമുക്ക് ഔട്ട് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കുഞ്ഞ് ചെയേഴ്സാണ്. ഇവിടെ സോഫാസൊക്കെ ഉണ്ട് കേട്ടോ. സോഫാസൊക്കെ ചെറിയ റേറ്റ് ഉണ്ട്. അതുപോലെ കുഞ്ഞ് ചെയേഴ്സ്, കുട്ടികളുടെ ടോയ്സ്, ഇതൊക്കെ ചെയർ സെക്ഷനാണ് കേട്ടോ. പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെയേഴ്സ് ഉണ്ട്. 94 BD അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു ലുക്ക് ചെയേഴ്സാണ്. ഇത് 44 BD ആണ് വരുന്നത്. പിന്നെ ഇത് കപ്സാണ് കേട്ടോ. എനിക്കറിയില്ല ഡൈനിങ് സെറ്റ് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഡൈനിങ് സെറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റം. ഓക്കെ, നമുക്ക് ഇവരിവിടെ ഇരിക്കുകയാണ്. ഇവർ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നോക്കിയായിട്ടാണ് ഇത് നമുക്കിത് വാങ്ങിക്കണം. ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും നാട്ടിൽ പോകുമ്പോൾ. ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് റൂമൊക്കെ. ഇത് കണ്ടോ, ഇത് 39 BDൻ്റെ സാധനമാണ്. ഇതൊക്കെ അവനും കൂടി കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ ഫോട്ടോസ് എടുക്കുന്നത്. കാരണം അവന് റൂം സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സച്ചുവിൻ്റെ കല്യാണത്തിന് അവന് റൂം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ഐഡിയാസ് ഉണ്ടല്ലോ. ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ അവന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ. ഹസ്ബൻഡിന് ദേഷ്യം വന്നിട്ട് ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട് ഗൈസ്. ആക്ച്വലി ഇതെൻ്റെ 2 വ്ളോഗാണ്. കാരണം ഇത് തീരുമില്ല. നല്ല ഇപ്പോൾ വീടെടുക്കാൻ പോകുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ഒരു ഐഡിയ ആണ് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു വ്ളോഗ് വഴി. കണ്ടോ, നിങ്ങൾക്ക് ചെറിയൊരു സിറ്റിംഗ് ഏരിയ കണ്ടോ, എന്ത് ക്യൂട്ടായിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നോക്കിയാട്ടെ എന്തൊരു ഭംഗിയാ. ഈ ലൈറ്റ്സ് കണ്ടോ, ഭയങ്കര ലുക്കാണ്. എനിക്ക് തോന്നുന്നു ചെറിയൊരു റേറ്റേ ഇല്ല. 11 BD ഒക്കെയാണ് ഇതിന് വരുന്നത്. അതുപോലെ ഇതാ ഡിഫറെൻറ്റ് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് 440 ഫിൽസ് ഒക്കെയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ പോകുമ്പം ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും, അറിയില്ല. ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 11 BD ആട്ടോ. 11 BDൻ്റെ ഒരു ലൈറ്റാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇത് 6 BDൻ്റെ ഒരു ടേബിളാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഹോൾഡേഴ്സൊക്കെ ഉണ്ട് പല ഡിഫറെൻറ്റ്. ഓക്കെ, ഇഷ്ടമായി. ഓക്കെ, വീണ്ടും നമ്മളിങ്ങനെ സോഫ സെറ്റ്, ഇതൊക്കെ സോഫ സെറ്റിൻ്റെ ഓരോ ഐറ്റംസാണ്. ഇത് ഒരു കുഞ്ഞ് ഇതൊക്കെ കണ്ടോ, TV സ്റ്റാൻഡും ഐറ്റംസൊക്കെയാണ് ഇവിടെ. ഇതുപോലെ നല്ല ലൈറ്റ്സ് വരുന്നുണ്ട്, ഫോട്ടോ ഫ്രെയിം വരുന്നുണ്ട്. ഇത് 6 BDൻ്റെ ഫോട്ടോ ഫ്രെയിമാണ് 2 ഒരു ഫ്രെയിമിന് വരുന്നത്. പിന്നെ കുഞ്ഞു ഫ്രെയിംസ്. പിന്നെ ഇതൊരു ലൈറ്റ് 11 BDൻ്റെ ലൈറ്റാണ്. ഇതൊക്കെ നല്ലൊരു ഭയങ്കര ലുക്ക്. ഇത് 3 BDൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കാണുന്നത്. ആ ഒരു ക്ലോക്ക് 2 BDൻ്റെ ഒരു ക്ലോക്കാണ്. ഓക്കെ, എല്ലാം കുറച്ച് പ്രീമിയം ലുക്കിൽ വരും. നമ്മൾ പോകുന്നത് നെക്സ്റ്റ് കണ്ടോ, എല്ലാം നല്ല ലുക്കിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ശരിക്കും TV സ്റ്റാൻഡൊക്കെ ഇത്രയേ വേണ്ടൂ. ഇത് ഭയങ്കര ചെറുതാണ്. ഇത് കണ്ടോ, ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 29 BDൻ്റെതാണ് കേട്ടോ. ഇത് ഒന്നിനാണെന്ന് തോന്നുന്നു 29, എന്നാലും കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇതാ ഓർഗനൈസർ, നമ്മൾ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു വീട്, ഒരു ഫ്ലാറ്റ് എന്താണോ ആ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞു ഫ്ലാറ്റൊക്കെ. ഇത് കണ്ടോ, പ്ലേറ്റ്സൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു സെറ്റാണ് എല്ലാം. ഇവിടെ നല്ല ജഗ്സ്.
ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിമിന് 6 BD ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോസും എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്ത കബോർഡ്സ്. പിന്നെ ഈ ലൈറ്റ് ഇത് നമുക്ക് എന്തായാലും വാങ്ങിക്കണം. ഇത് എത്രയാണ് ഇതിൻ്റെ റേറ്റ്? ഇത് 9 BDൻ്റെ ലൈറ്റാണ്. പക്ഷെ നമുക്ക് കിച്ചണിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെറ്റാണ്. ഈ സാധനത്തിന് 20 BD. ആൻഡ് ഐ തിങ്ക് ദിസ് വൺ സോറി ദിസ് ഇസ് 47 BDൻ്റെ ആണ് കേട്ടോ. അത്യാവശ്യം റേറ്റിന്. പിന്നെ ഇതൊക്കെ നല്ലതാണ്. കട്ടിംഗ് ബോർഡൊക്കെ ഒരു ഭംഗിയിൽ നിൽക്കുന്ന കട്ടിംഗ് ബോർഡ്സ് ഉണ്ട്. ഈ സാധനത്തിന് വരുന്നത് 1.7 ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് 3 BD ആണ്. കുഴപ്പമില്ല, നല്ല ഭംഗി. നമുക്ക് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം വീട്ടിലേക്കൊക്കെ. ഇത് 15 BDൻ്റെ ആണ്. പിന്നെ ഇതാ കുറച്ച് ഇങ്ങനെ നല്ല ഡിസൈൻ. ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മറ്റേ പാത്രങ്ങൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഹോൾഡറാണ്. 750 ഫിൽസ് മാത്രമല്ല, സോറി അത് ബോട്ടിലിനാണ്. ഈ ഹോൾഡറിന് 2.5 ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഇതാ നമ്മുടെ വീട്ടിലേക്കുള്ള കുഞ്ഞു പാത്രങ്ങൾ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊരു ബെഡ്റൂമാണ് നമ്മൾ നേരെ പോകുന്നത്. ഇതൊക്കെ ഭയങ്കര ഐഡിയോളജിക്കലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്, എപ്പോഴും ഗ്ലാസ്സുള്ളൊരു വാർഡ്രോബാണ്. സൈഡ് കണ്ടോ, ഇതൊരു കബോർഡാണ്. വാർഡ്രോബാണ് വരുന്നത്. ഇങ്ങനെ ഫുൾ കബോർഡാണ്. അതിൽ വിത്ത് ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഇതെന്താ ഇതൊരു റൂം, ചിലപ്പം ബാത്റൂം പോലെ സെറ്റ് അല്ല, ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി. ഇത് കുട്ടികളുടെ റൂമാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ കോട്ട്, അതുപോലെ ഡ്രസ്സ് ചേഞ്ചിങ്. പിന്നെ വലിയ ഹോൾഡർ, പിന്നെ ലൈറ്റ്, ഭയങ്കര ഇത് കുട്ടികളുടെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ ഫ്രെയിം 6 BDൻ്റെ ആണേ. ഇതൊക്കെ കുട്ടികളുടെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അമ്മ ക്രിസ്റ്റ്യനിലെ ചെയർ, കുട്ടിക്ക് കളിക്കാനുള്ള എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടീൻ്റെ ഒരു ഡ്രോവറാണ് ഇത്. നിങ്ങളുടെ ഡ്രസ്സും കുഞ്ഞുങ്ങളുടെ ഡയപ്പേഴ്സും ടോയ്സും ഒക്കെ വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് ഇതെന്താ ലോണ്ട്രി റൂമാണ് ഗൈസ്. ബാത്റൂം പ്ലസ് ലോണ്ട്രി റൂം കണ്ടോ. ഇത് നമുക്ക് ബാത്റൂമിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വാഷ് ബേസിൻ കണ്ടോ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള വാഷ് ബേസിനാണ്. പിന്നെ ബാത്റൂമിലൊക്കെ ഹാങ്ങേഴ്സ്, ഇതുപോലെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു വേസ്റ്റ് ബാസ്ക്കറ്റ് ഓക്കെ. ഇതൊക്കെ ഉണ്ടോ ബെഡ്റൂമൊക്കെ. ഇതൊരു നല്ല ബ്ലാങ്കറ്റും ഇതൊക്കെ നല്ല സെറ്റാണ്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ഹോൾഡേഴ്സ് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. നമുക്കിനി നടന്ന് പോവാം. എൻ്റെ കെട്ടിയവൻ എന്നോട് ദേഷ്യം പിടിച്ചതൊക്കെ സോഫ സെറ്റാണ്. ദേഷ്യം പിടിച്ച് പോയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് നോക്കാം. അത് കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ ഒരു കോർണർ ഇതുപോലെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക്. ശരി 3 BDൻ്റെ ഇതാണ്. പിന്നെ കുറച്ച് വലുത് വെച്ച് കൊടുക്കാം. പിന്നെ ഏറ്റവും വലുത്. അങ്ങനെ ഒരു ഫാമിലി വോള് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. പില്ലോസൊക്കെ ഉണ്ട് ഇവിടെ, നല്ല സെറ്റാണ്. ലൈറ്റ്സ്, ഗ്ലാസസ് ഉണ്ട്. ഓക്കെ, കുറേ ഐറ്റംസ് ഉണ്ട്. ഒക്കെ സോഫ സെറ്റീസാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പാടുപെടും. കിച്ചൺ ഏരിയ നോക്കിയാണ് ഞാൻ പോകുന്നത്. ഹസ്ബൻഡ് അവിടെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിട്ടു പോകാൻ തോന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്തത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഉണ്ടല്ലേ. ഈ ഒരു ബോട്ടിലിന് 3 BD ആണ്. 3.9 BD. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ. കൊള്ളാട്ടോ. കോഫി മേക്കേഴ്സ്, ലെറ്റസ് ഐറ്റംസ്. ഈ ഒരു ഡെക്കറേഷൻ കളർ തീം കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇച്ചിരി ഡാർക്കാണ് എന്നാലും കുഴപ്പമില്ല. ഇത് നല്ല വൈറ്റാണ്, ബ്രൈറ്റ്നെസ് വരുന്നൊരു കോർണറാണ്. എല്ലാം ഗ്ലാസസ് ആയാലും പ്ലേറ്റ്സ് ആയാലും എല്ലാം ഒരു വൈറ്റ് തീമിൽ കൊടുത്തതാണ്. ഇതുണ്ടോ, വൈറ്റ് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഭംഗി. സുജു ഒന്ന് വന്നേ, ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതേ ഇങ്ങനത്തെ ഹോൾഡറാ.
ഇങ്ങനത്തെ അല്ല, പ്ലെയിൻ ആയിട്ടില്ല, നീളത്തിൽ. അപ്പോൾ കാറുകൾ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇങ്ങനെ ഒരു തട്ട് പോലെ. ഇതുപോലത്തെ ലോങ് ആയിട്ട് അതുണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇതാ അത്, ഇത് പൈസ എഴുതിയിട്ടുണ്ടാടാ, ഉണ്ടടാ ഇങ്ങനെ നീളത്തിൽ. അതാ 4BD അതിൻ്റെ മുകളിൽ. ഇതാ അതിൻ്റെ ഇച്ചിരി വലുതുണ്ടോ എന്ന് അവരോട് ചോദിക്കണം, ചിലപ്പോൾ ഉണ്ടാവും. നമ്മളെ ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ട് ഒറ്റ പീസ്. അതിന് എത്രയാ നോക്കണം. അതും പീസസാ, 2BD ഇത്ര പോരെ ആയിരിക്കും 2BDൻ്റെ. അപ്പോൾ 2 വാങ്ങേണ്ടി വരും. കാറുകൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വെക്കാൻ പറ്റും. ഇത് നമ്മളെ ക്ലിനിക്കിൽ ഡോക്ടർ റൂം. അതെ, അതൊന്ന് ഡിസ്പ്ലേ ഇതാ ഇങ്ങനെ. The great possibility with AKTs is flexibility, and it allows you as customer to use it in every room more or less. You have a great potential to use it in the living room, the hallway, and the bedroom, and also around the dining table. When it comes to AKT, we work a lot with open and closed possibilities, so you can easily have a box ഇങ്ങനത്തെ കൊണ്ടുകൊടുത്തൂടെ 14BD കിച്ചണിൽ തൂക്കിയിടാൻ. We really try to make it as simple as possible. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതേ മാറ്റാം നമുക്ക്. അത് നല്ല ഉണ്ടാവും ഇങ്ങനെ. ഇത് വെച്ചാൽ പക്ഷെങ്കിലെന്താ മുമ്പ് നമ്മൾ ഷെയറിങ് കൂടി ആകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇടുമ്പോൾ നമ്മളൊക്കെ ഓരോന്ന് ചെയ്യാനായിരിക്കും. ഇത് നല്ല റോസസ് ഒക്കെ വെക്കുന്ന നല്ല അടിപൊളി. ഇതൊക്കെ നമുക്ക് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഗ്ലാസ് അങ്ങനത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ട്രേയും കുട്ടികളുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ടേബിൾസ് അതൊക്കെ ഉണ്ട്. നമുക്ക് ഇതുണ്ടാവും കേട്ടോ. ബാത്റൂം വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. സെറ്റ് പിന്നെ അതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഇത് വെച്ച സോഫ ഹാങ്ങിങ് കൊടുക്കാം. ഹാങ്ങർ തോർത്തിടാനൊരു ഹാങ്ങർ പിടിപ്പിക്കാം. ഇങ്ങനെ ഒരു കണ്ണാടി ഇങ്ങനെ നീളത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒക്കെ ഇങ്ങനെ കബോർഡ്സാണ്, കുഞ്ഞു കുഞ്ഞു കബോർഡ്സ്. പിന്നെ ക്യാൻഡിൽസ്, പിന്നെ എന്താണെന്നറിയില്ല, ഫേസ് ബാസ്ക്കറ്റ്സ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എന്താ മറ്റേ ചാർജറിൻ്റെ അല്ലേ? പോവാ. ഹായ്, ആ ലൈറ്റ് നല്ലുണ്ട്. അതിനെത്രയാ? അല്ല പോവാ. ഇങ്ങനത്തെ ഇതല്ലേ ലോവസ്റ്റ് പ്രൈസ്.
അവിടെ ഉണ്ടാവും ലണ്ടനിൽ ചെറിയ റേറ്റിനുണ്ടാവും തോന്നുന്നു അല്ലേ? ആ ഇത് കൊള്ളാം കേട്ടോ. ഈ ഗ്ലാസ്സിന് ഞാൻ പോകും. പേപ്പറാണ് ഇതിന് 2 അല്ല 5. ഇതിന് 5. ഇത് വേണ്ടല്ലോ. കണ്ടോ ഭയങ്കര ക്യൂട്ട്. ഗ്ലാസ് ചെയർസ്, ഡിഫറെൻറ്റ് സ്റ്റൈൽ ചെയർസ് ഉണ്ട്. ഓക്കെ കം ലെറ്റ്സ് ഗോ. ഒരാളവിടെ ഉറങ്ങുകയാണ്. നോക്കിയാട്ടെ കവറാ തോന്നുന്നുണ്ട് എടുത്തത്. ആ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്നും എടുക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോകണം. കഴിഞ്ഞ് ഇത് മറ്റേ പാത്രം കഴുകുന്നല്ലോ. അവർക്കൊന്നും എടുക്കണോ? അതൊന്നും വേണ്ട അല്ലേ? ഇതാ സുജു ഒരെണ്ണത്തിന് ഗ്ലാസിന് 4 പാക്ക് 4 ജഗ്ഗോടും ഇല്ല കിട്ടീന നല്ലേ. അതൊന്നും വേണ്ട വാ. കയ്യിൽ ആ ചെറുതെടുത്തതിനെങ്കിൽ ഇങ്ങനത്തൊന്നും എടുത്തതോ. തോട്ടിലൊന്നും എന്തിനും ഉപയോഗിക്കൂല, വെറുതെ ഉപയോഗിക്കാത്ത. ആണോ? അറിയില്ല. സൈഡിലിങ്ങനെ മിറർ കൊടുത്താൽ ഡ്രസ്സിങ്ങിനായി അല്ലെങ്കിൽ 2 സൈഡിൽ കൊടുക്കാൻ പറ്റിയതാ. അങ്ങനെ ചെയ്ത് പിന്നെ കബോർഡ് പിന്നെ മിറർ. പിന്നെ അവിടെ കാർഡ് ബാത്റൂം ആണെങ്കിൽ ഇങ്ങനെ ആക്കാം. ക്ലോസറ്റ് പിന്നെ അതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഇത് വെച്ച സോഫ ഹാങ്ങിങ് കൊടുക്കാം. ഹാങ്ങർ തോർത്തിടാൻ ഒരു ഹാങ്ങർ പിടിപ്പിക്കാം. ഇച്ചിരി ഇങ്ങനെ ഒരു കണ്ണാടി ഇങ്ങനെ നീളത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നോക്കാം. ഈ ഒരു കോണർ ബൈ
പിന്നെ ഇതാ വേറൊരു സ്റ്റൈല്, ഇതൊരു വേറൊരു സ്റ്റൈല് ഇതാണ്. ഇങ്ങനെ വരും, എന്നിട്ട് രണ്ട് സൈഡിൽ ഇതാ ഇത്രയും സ്പേസ് ഉണ്ടാവും റൂമ്. ഇങ്ങനെ ചെയ്തിട്ട് കർട്ടൻ ഇങ്ങനെ വരും, എന്നിട്ട് ലൈറ്റ്സ് കൊടുത്താൽ മതി. ഇങ്ങനെ മുകളിൽ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിൽ ആ ഒരു ഇതാര ബെഡാ? അതവിടെ ഒരു ബെഡ് ഇവിടെ. ഓക്കെ, ഓ ഷീപ്രേൻ്റെ ഇതോ ഇതിൽ കിടന്നേ, അങ്ങ് നോക്കട്ടെ. ഇങ്ങോട്ടോക്കെ, ആ ഇവിടെ വാ, ഇങ്ങ് വാ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട് നോക്കാലോ, വാ വാ. ഓടിപ്പോയി നോക്ക്, അവിടെ കുട്ടികളുടെ തൊട്ടിലൊക്കെ ഉണ്ട്. നീലു ഇതെന്താ ഇത്? അതിൽ കേറിയിരുന്നേ. ഹലോ നീലു, ഇതിലേ പോയൊക്കെ, ഇതിൽ കേറിപ്പോ, ഇതിൻ്റെ ഉള്ളിലേ പോ. ആ അതിൻ്റെ ഉള്ളിൽ കയറ്, പോ പോയിക്കോ. എത്തിയാ? ഇനി ഇങ്ങോട്ട് വാ. നീല കം. അയ്യോ നീലന്റെ തല കണ്ടു. ഇങ്ങ വാ, വേഗം ഇറങ്ങി വാ. ചെറിയ പാർട്ടീഷൻ കബേർഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ടിതാ ഇങ്ങനെ ഒരു അടിപൊളി മിററാണ് നമ്മൾ കൈ കഴുകുന്നിടത്ത് വെക്കേണ്ടത്. വേണമെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ ഗ്ലാസ് ഇടാം, ബാത്റൂം സെറ്റ് ചെയ്യാം. ഉണ്ടോ? അതിൻ്റെ അടിയിലൊരു ഇങ്ങനെ ക്യാബിൻ പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് താഴെ സെറ്റ് ചെയ്യാണ്ട് പറ്റും. ശരിക്കും വാഷ് ബേസ് ഇത്രയെങ്കിലും ലുക്ക് കൊടുക്കണം എന്നാണ്. ഇത് വേറൊരു തീമാണ്. അതിൻ്റെ മുകളിൽ ആ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ കണ്ടോ, എല്ലാവരും തീമായിട്ടാണ് ചെയ്തിട്ടില്ല ഇൻറ്റീരിയർ. പിന്നെ കബേർഡ്സ് എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിന്. ഇപ്പോഴത്തെ മിററെല്ലാം ഇങ്ങനെ ലോങ് മിററായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു ലോങ് മിറർ സെറ്റ് ചെയ്താൽ മതി സ്പെഷ്യലായിട്ട്. എൻ്റെ കബേർഡ്സ് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ ബെഡ്, പില്ലോസ് ആ ഒരു ഏരിയയിലെത്തി നമുക്ക് നടന്ന് മുകളിലൊക്കെ കണ്ട അവിടെ കണ്ട വേറൊരു സ്റ്റൈൽ. ഈ മിററിന് 16 വീഡിയോ. ഇതിൻ്റെ മുകളിലിതാ ഇങ്ങനെ ഒരു തട്ട് കൊടുക്കാം. പിന്നെ ഇതാ വേറൊരു സ്റ്റൈല്, ഇതൊരു വേറൊരു സ്റ്റൈല് ഇതാണ്. ഇങ്ങനെ വരും, എന്നിട്ട് രണ്ട് സൈഡിൽ ഇതാ ഇത്രയും സ്പേസ് ഉണ്ടാവും റൂമ്. ഇങ്ങനെ ചെയ്തിട്ട് കർട്ടൻ ഇങ്ങനെ വരും, എന്നിട്ട് ലൈറ്റ്സ് കൊടുത്താൽ മതി. ഇങ്ങനെ മുകളിൽ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിൽ ആ ഒരു ചെറിയ പാർട്ടീഷൻ കബേർഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ടിതാ ഇങ്ങനെ ഒരു അടിപൊളി മിററാണ് നമ്മൾ കൈ കഴുകുന്നിടത്ത് വെക്കേണ്ടത്. വേണമെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ ഗ്ലാസ് ഇടാം, ബാത്റൂം സെറ്റ് ചെയ്യാം. ഉണ്ടോ? അതിൻ്റെ അടിയിലൊരു ഇങ്ങനെ ക്യാബിൻ പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് താഴെ സെറ്റ് ചെയ്യാണ്ട് പറ്റും. ശരിക്കും വാഷ് ബേസ് ഇത്രയെങ്കിലും ലുക്ക് കൊടുക്കണം എന്നാണ്. വേറൊരു തീമിൽ സെറ്റ് ചെയ്തതാണ്. ഇവിടെ കണ്ട മുകളിൽ ഇങ്ങനെ ഒരു ഇത് അടിച്ച് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് രണ്ട് ലൈറ്റ് സൈഡിൽ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ ബാഗൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരു കോർണർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ മിററിനൊക്കെ 7 BD ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിററാണ്. പിന്നെ ഇത് പഠിക്കാനുള്ളൊരു ഒരു കുഞ്ഞ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിനുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യുക, ബുക്സ് വെക്കുക, അങ്ങനെ പല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലൈറ്റൊക്കെ നല്ല ഭംഗിയല്ല. 6 BD ആണത് വരുന്നത് സൈഡിൽ. പിന്നെ ഇത് ഈ ഒരു സംഭവത്തിന് 7 BD വരുന്നത്. ഇതിന് 9 BD വരുന്നത്. ഇത് ബെഡിൻ്റെ ബാക്കിൽ നേരത്തെ ഇത് കൊടുത്ത പോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് വേറൊരു തീമാണ്. അതിൻ്റെ മുകളിൽ ആ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ കണ്ടോ, എല്ലാവരും തീമായിട്ടാണ് ചെയ്തിട്ടില്ല ഇൻറ്റീരിയർ. പിന്നെ കബേർഡ്സ് എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിന്. ഇപ്പോഴത്തെ മിററെല്ലാം ഇങ്ങനെ ലോങ് മിററായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു ലോങ് മിറർ സെറ്റ് ചെയ്താൽ മതി സ്പെഷ്യലായിട്ട്. എൻ്റെ കബേർഡ്സ് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ ബെഡ്, പില്ലോസ് ആ ഒരു ഏരിയയിലെത്തി നമുക്ക് നടന്ന്
ക്യൂട്ട് റൂം. മിറർ അങ്ങനെ വെച്ചിട്ടില്ല, 9BD ആണ് ആ ഒരു മിററിന് വരുന്നത്. ഇത് വേറൊരു തീം, കളർ തീം. ഇത് കുട്ടികളുടെ ഒരു കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ കമ്പ്യൂട്ടർ ഏരിയ ഒക്കെ വെച്ച് കണ്ടോ, നല്ല സെറ്റാണ്. 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, രണ്ടാക്കും. ഒരാൾക്കുള്ള സ്റ്റഡി ടേബിൾ പ്ലസ് ഒരു സ്റ്റഡി ടേബിൾ, പിന്നെ ബുക്സൊക്കെ വെക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരാൾ തളർന്നിരിക്കുന്നുണ്ട്. ഇതൊരു റൂമാണ് ഇയാൾ ഇരിക്കുന്നത്. ഇത് ക്രാഡിൽ ഇതൊക്കെ ആയിട്ടുള്ളൊരു റൂം. ഇത് എവിടെയും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിടപ്പിൽ എല്ലാവരും ഇത് കണ്ടോ, ഷൂറാക്ക ഉണ്ടോ സൈഡ് വെക്കാൻ പറ്റുന്ന. ഇത് 32BD ഒരു അടിപൊളി ഇതാണ്. വാ കം. നമ്മൾ ബെഡിൻ്റെ ഒരു ഏരിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കബോർഡ്സും സുജു എവിടെയുണ്ട്? ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിൾ, ഇരുന്ന് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണിത്. ഡ്രസ്സിങ് ടേബിൾ, ഡ്രസ്സസിൻ്റെ അങ്ങനെയുള്ള ഐറ്റംസാണ്. സോഫ സെറ്റ് ഭയങ്കര അടിപൊളിയായിട്ടില്ലേ? ഒരു കളർ തീം, ഗ്രീൻ പ്ലസ് യെല്ലോ, വോളൊക്കെ നല്ല യെല്ലോ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡൊക്കെ ഇത് കണ്ടോ, നല്ലൊരു സെറ്റപ്പായിട്ടില്ലേ? ഇങ്ങനെയുള്ള ഫോട്ടോ ഫ്രെയിംസിനൊക്കെ 8BD ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ സ്മോൾ സ്റ്റോറേജ് പ്ലേസസ് ഉണ്ട്. ഇത് ഓഫീസ് ഐറ്റംസാണ്, ഓഫീസ് ചെയേഴ്സ്, ഓഫീസ് ടേബിൾസ്, അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കിഡ്സിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. കിഡ്സിൻ്റെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ടോയ്സാണ് കൂടുതലും വരുന്നത്. അത് ഡെക്കറേഷൻ, കുട്ടികളുടെ റൂമിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കഴിഞ്ഞിട്ട്. ഇനി കുട്ടികളുടെ റൂംസാണ് കാണാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികളുടെ കണ്ടോ സ്റ്റഡി നീലു നോക്കിയേ. നീലുവിന് നമുക്ക് ഇതുപോലത്തെ ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആഗ്രഹങ്ങളും നടക്കണം. കുഞ്ഞി ബെഡ്, നീലുവിന് ബെഡ്. നീലിപ്പോൾ എണീറ്റുണ്ടെങ്കിൽ ഇത് സുജി ഇതല്ലേ നീ ഉദ്ദേശിച്ചത്? പിന്നെ അതുണ്ട് 1 7 ഈ ലൈറ്റിനാണ്. ഈനൊന്നാ ആ ഇതാ 40 ട്രെയിൻ ചെയ്യുന്നത് അല്ല, ഞാൻ കാണിച്ചു. ആ സ്റ്റെപ്പ് അല്ലേ, ഇത് നല്ലതാട്ടാ, വഴുതൂല. നടക്കും, സ്റ്റെപ്പായിട്ടില്ല ഉണ്ടാവും. പഠിക്കാനുള്ളത് കുട്ടികൾ. ഇവിടെ വീടൊക്കെ എടുക്കുമ്പോൾ ഇവർ ഇതൊക്കെ ഇടുന്നൊക്കെ ആയിരിക്കും എല്ലാം പർച്ചേസ് ചെയ്യുക. കാരണം ഇവിടെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് തന്നെ കിട്ടുന്നുണ്ട് റൂമിലേക്ക് വേണ്ടിയിട്ട്.
ഇതൊക്കെ എന്തൊരു ക്യൂട്ടാ. എന്താ ഇതൊക്കെ വലിയ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം. നോക്കി ഗെയിമെല്ലാം കളിക്കാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളറൊക്കെ എന്തൊരു ഭംഗിയാ കോമ്പിനേഷൻ. ഇതൊക്കെ നോക്കിയേ. വാവ്, 9 ബ്യൂട്ടിഫുൾ. ഇത് കൊള്ളാം. ഇത്രയും നടന്ന് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി ഗൈസ്. ഇനി ഇവിടെ ഫുഡാണ്. ഫുഡ് തൽക്കാലം ഇവിടുന്ന് കഴിക്കണ്ട. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. അത് വാങ്ങിയില്ലേ ഓൾറെഡി? രണ്ടെണ്ണം ഇപ്പൊ വരില്ലേ? നീ ചെറുമാതിരി എന്തെങ്കിലും ഓ ഗ്രേവിയാ വേണ്ട. സോസും അങ്ങനത്തെ തരില്ലേ? തരുമായിരിക്കും. വേണ്ട. ആ സലാഡ് എന്തെങ്കിലും നോക്കാം. ഇതാണോ സലാഡ്? അല്ല ഈ രസ്ന പീമോനെ. ഒരാൾ നല്ല ഉറക്കാണ്. നമ്മളിവിടെ പോസ്റ്റാണ്. സുജു എവിടെ ഉണ്ട്? ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിൾ. ഇരുന്ന് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണിത്. ഡ്രസ്സിങ് ടേബിൾ, ഡ്രസ്സസിൻ്റെ അങ്ങനെയുള്ള ഐറ്റംസാണ്. സോഫ സെറ്റ് ഭയങ്കര അടിപൊളിയായിട്ടില്ലേ? ഒരു കളർ തീം ഗ്രീൻ പ്ലസ് യെല്ലോ. വോളൊക്കെ നല്ല യെല്ലോ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡൊക്കെ ഇത് കണ്ടോ, നല്ലൊരു സെറ്റപ്പായിട്ടല്ലേ? ഇങ്ങനെയുള്ള ഫോട്ടോ ഫ്രെയിംസിനൊക്കെ 8 ആണ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ സ്മോൾ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഞാനും സുജും പോസ്റ്റാണ്. പുതിയ കണ്ണടയാണ്, അതുകൊണ്ടാണ്. എക്സലന്റ് ജ്യൂസസും ഐസ്ക്രീംസും ഒക്കെ ഉണ്ട്. കേക്ക്സ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്. നിന്റെ കുട്ടി എന്ത് കൊണ്ടുപോകുന്ന? നീലുക്കുട്ടി എന്താ കൊണ്ടുപോകുന്നത്? നീലുന്റെ വണ്ടിയിൽ എന്താ കൊണ്ടുപോകുന്നേ? ഈ വണ്ടിയിൽ എന്താ കൊണ്ടുപോകുന്നേ? ഈ വണ്ടി ഇതിടെ കണ്ണാ. ഇത് വിത്ത് ഫുഡാണ്. ഇതാണ് ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ലഞ്ചാണ്. നീലുക്ക ഞാൻ എടുത്തു എല്ലാം എടുത്തു പോവോ. നീലു തച്ച് കൊണ്ടുപോകുന്നു നിന്റെ ഫുഡ്. സുജു ഇവിടെ ഇരിക്കേ. ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് നടന്ന് പോവാണ്.
ഇടിച്ചു ഇടിച്ചു ഇടിച്ചു. കണ്ടിരുന്നോ? അതെവിടെയും കണ്ടിരുന്നോ? അങ്ങനെ ഐക്കയിലെ പർച്ചേസും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ റിഫ ലുലുവിലോട്ട് വന്നു. വേറെ ഒന്നല്ല, അവിടുത്തെ കിഡ്സ് സലൂണിനാണ് കേട്ടോ നീലുവിൻ്റെ മുടി വെട്ടിക്കുന്നത്. അപ്പോൾ ഗൈസ് അവരിതാ കാറ് പോകാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നീലും സുജേട്ടനുമാണ് കയറിയിട്ടുള്ളത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 മിനിറ്റാണ് കേട്ടോ ഈ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഇയാളും കൂടി പോകുന്നുണ്ട് തോന്നി. ഇവരുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങേരും കൂടി പോകുന്നുണ്ട്. ഞങ്ങളധികവും നീലുവിൻ്റെ മുടി ഈ ഒരു സലൂണിനാണ് വെട്ടിക്കാറുള്ളത്. ആ സമയത്ത് എല്ലാം നീലുടെ ഈ റൈഡറിലും കയറാറുണ്ട്. ഞങ്ങളുടെ ഈ കാർഡ് ഉള്ളതുകൊണ്ട് ഈ ഒരു മുടി വെട്ടുന്ന ടൈം ആകുമ്പോൾ ഞങ്ങളത് ചാർജ് ചെയ്യും. എന്നിട്ട് നീലുവിൻ്റെ മാക്സിമം ഇവിടെ ഈ ഒരു പാർക്കിൽ ടോർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ സലൂണിൽ പയ്യൻ വരുന്നത് വരെ ഈ കാർ റൈഡുമായിട്ട് അച്ഛനും മോനും സ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുകയാണ്. തിരികെ അയ്യോ നീലു ഓടിക്കുന്നേ കാറ്. അയ്യോ കഴിഞ്ഞേ. കം I think he will not come. Happy? Happy? Uncle ne kara thank you for uncle node. Ada ini mudi murikya. എന്നിട്ട് നമുക്ക് ബോളിൻ്റെ കയറണം. ബോളിൻ്റെ അനങ്ങിയാല് ഇത് വരുവേ, ചോര വരുവേ. ഹായ് സൂപ്പറായിട്ടുണ്ട് നീലു. ഹായ് കഴിഞ്ഞില്ല.
ഇപ്പൊ പോണ്ടേ നമുക്ക് ആ ബലൂണിൽ കേറ്റൂല കേട്ടാ കൈ അനക്കിയാല് ഉപ്പയില് മുടി വീഴും അവിടെ കാറിന്റെ അടുത്ത് കേറ്റൂലേ ഞാൻ ആ അങ്കിള് പറഞ്ഞതൊക്കെ ആ മൊയല് അത് എടുത്ത് കൊണ്ടുപോകണം അവന് ചൊറിയാണെന്നൊക്കെ പറയുന്നുണ്ട് മുടി വീണിട്ട് കുറച്ചും കൂടി മുകളിലോട്ടാക്കിക്കോട്ടെ ലിറ്റിൽ മോർ അപ്പ് യു ക്യാൻ മേക്ക് സുജു ഞാൻ പറഞ്ഞോളാം ലിറ്റിൽ മോർ അപ്പ് യു ക്യാൻ മേക്ക് ലിറ്റിൽ മോർ അപ്പ് അതാരോ ആണ് നീലു ആ കുട്ടിക്കും മുടി മുറിക്കണം എന്ന് പറഞ്ഞിട്ട് കരയുന്നത് എനിക്ക് ഈ കാർ തന്നെ വേണമെന്ന് പറയും നീ ആ കാർഡിലേക്ക് നോക്കി കാർഡ് നോക്കിയത് ഇതിൽ എന്തൊക്കെയോ ഗിഫ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് താഴോട്ട് പിടിച്ചത് നോക്ക് താഴോട്ട് നോക്കുമല്ലോ അങ്കിളിന് വെട്ടണം പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ബേബീൻ്റെ ഒരു കാറുണ്ട് അതിൽ കയറാൻ പറ്റും പിന്നെ 2 സ്ലൈഡർ ഇപ്പുറത്തും 2 സ്ലൈഡർ ഉണ്ട് രണ്ടിലും കയറാൻ പറ്റും അപ്പൊ എല്ലാത്തിനും ഇതിൽ കയറാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഇത് കണ്ട ഇതൊരു കുഞ്ഞി സ്കൂട്ടറാണേ അതിലും നമുക്ക് കയറാം പിന്നെ ഇവിടെ ഒരു ബിഗ് ലോറി ഉണ്ട് അതിലും കയറാൻ വേണ്ടി പറ്റും കുറേ വണ്ടിയിൽ കയറാൻ വേണ്ടി പറ്റും നമുക്ക് നീലിക്കുട്ട ഓക്കെ അതിലും കയറാൻ പറ്റും കേട്ടാ ആരോ ആണ് നീ നോക്കണ്ട നേരെ നോക്ക് നേരെ ശരിയാക്കി അങ്കിള് ശരിക്കും നിന്നെ സൂപ്പർ കുട്ടിയാക്കുന്നുണ്ട് എന്റെ അമ്മേ അടിപൊളി സുന്ദരനായല്ലോ അച്ഛന് സന്തോഷായി അച്ഛന് കൊറേ സന്തോഷായേ കണ്ണടക്ക് Front okay or more up? Front okay? Little more can you? Little more. More up. Little. Close your eyes. Little close ചെയ്തേ അങ്ങോട്ട് അങ്ങനെയൊക്കെ ആക്കുന്ന നീന
കളഞ്ഞു മക്കള്. Close your eyes. Close mouth. ഫ്രൈഡേ എപ്പോഴും ഞങ്ങൾക്ക് ഹെക്റ്റിക്കാട്ടോ. ഇതിപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇനി മുടി മുറിക്കൽ കഴിഞ്ഞ് നീലുവിനെ വീട്ടിൽ കൊണ്ടുപോയി തലയൊക്കെ കഴുകിച്ച് എല്ലാവരും ഒന്ന് ആ ഒരു ഈവനിങ്ങിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഗുദൈബിയിൽ നിന്ന് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മാർക്കറ്റ് പോലുള്ളൊരു സ്പേസാണ്, പിന്നെ കുറച്ചും കൂടി അഫോർഡബിൾ റേറ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നിത് 3ാമത്തെ തവണയാണ് കേട്ടോ ഡ്രസ്സ് മാറുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ, നല്ല ചൂടാണ് പുറത്ത്. നമ്മൾ കുറച്ച് നേരം ഒരു പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ തന്നെ അപ്പോഴത്തേക്ക് നന്നായി വേർക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഈവനിങ് ആയപ്പോൾ ഒന്ന് ആ ഈവനിങ്ങിലത്തെ കുളിയൊക്കെ ഒന്ന് കഴിച്ചിട്ട് സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 3ാമത്തെ ഡ്രസ്സ് മാറൽ. പഠിച്ചൊരു സ്ഥലമാണേ, അവിടെയാണ് നമ്മൾ മീൻ വാങ്ങാൻ പോകുന്നത്. ഏതാണ് ആ സ്ഥലം നീലു? ഓ, ഗുദൈബിയ. യെസ് ഗൈസ്, ഇതാണ് ബഹ്റൈനിലെ ഒരു ഈവനിങ് ടൈം. ഇത് കണ്ടോ, ഈ താഴെ കാണുന്ന ഗ്രീൻ കളറിലുള്ള സംഭവം ഒരു ഡിസ്കൗണ്ട് സെന്റർ ആണ്. 100 ഫിൽസ് ടു 2 BD, അതാണ് ആ ഒരു റേറ്റിനുള്ളിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവൂ. സോ 100 ഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 40 റുപ്പീസിനുള്ളിലാണെന്ന് തോന്നുന്നു, അല്ലേ സുജിയേട്ടാ? അപ്രോക്സിമേറ്റ്ലി. അപ്പോ ആ ഒരു റേറ്റിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ ആ ഒരു ഷോപ്പിലുള്ളതെല്ലാം. എല്ലാം ചീപ്പായിരിക്കും. പിന്നെ 2 BD ലൈക്ക് ഒരു 500 റുപ്പീസിനുള്ളിൽ അല്ലേ, ഒരു 50 to 500 റുപ്പീസിനുള്ളിൽ. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ബഹ്റൈനല്ല, നമ്മുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ ബോംബെയോ അല്ലെങ്കിൽ ചെന്നൈയോ അതുപോലുള്ളൊരു, ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ടൗൺ ഏരിയാസിൽ, നമ്മുടെ പയ്യന്നൂരിലൊക്കെ ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്, കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയാസ്, അതൊക്കെയാണെന്ന്. പക്ഷേ ഗൈസ്, ഇത് ബഹ്റൈൻ തന്നെയാണ്. നമ്മളിവിടെ പോസ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ അധികവും ഈ ഒരു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായി നമ്മൾ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ട്, അധികം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചായ ഔട്ട്സൈഡിൽ നിന്ന് കുടിക്കാനൊരു പൂതി, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പോൾ ചായ വാങ്ങാൻ വേണ്ടി പോവാന്ന്. അല്ല നീലോ, ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ക്യാമറയിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് റൈറ്റ് സൈഡ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ. കണ്ടോ, ചൈനയിലെ വൻമതിൽ പോലൊരു മതിൽ കെട്ടി ഇതിനകത്താണ്. ചെറിയൊരു ഏരിയ. മെയിൻ പോലീസ് സ്റ്റേഷനൊക്കെ വേറെ വേറെ ഏരിയാസിലാണ്, ഇതും ഒരു പോലീസ് സ്റ്റേഷൻ ഏരിയ ആണ്. നീലു കം, ലെറ്റ്സ് ഗോ ഫോർ ഹാവിംഗ് ടീ. യെസ്, നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സാൻഡ്വിച്ചസ്, നമ്മുടെ ചായക്കട. നാട്ടിലെന്തെല്ലാം സമൂസ വേണോ? സമൂസ വേണോ? നെയ്യപ്പൊക്കെ നീ കഴിക്കുവാ? എന്നാ കുഞ്ഞു നെയ്യപ്പം തരാൻ പറയട്ടെ. ഓക്കെ, കഴിക്കുവാ? നീ കഴിക്കുവാ? കഴിഞ്ഞു. അവിടെ നിൽക്ക്, വണ്ടി വരും, നീ പോവല്ല. നല്ല മണം കാപ്പിന്റെ. മിന്നൽ ചായ. വണ്ടിയിലിരുന്ന് നല്ല അടിപൊളി ചായയും, അയ്യോ ഫ്ലാഷ് ഓൺ ആണ്. വണ്ടിയിലിരുന്ന് നല്ല അടിപൊളി ചായയും പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ട്. സ്നാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ സ്നാക്സ് അതിലുള്ളത് ഒന്ന് കാണിച്ചേ ജസ്റ്റ്. ഇതാ പരിപ്പ് വടയുണ്ട്, പിന്നെ ഒരു ബജ്ജി ഉണ്ട്, പിന്നെ അതിനകത്ത് പഴംപൊരി ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കല്ലപ്പം പോലെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ്. കണ്ട, ഇത് പരിപ്പ് വടയാണ്, കുഞ്ഞു പരിപ്പ് വടയാണത്. നീലുവിന്റെ ഉണ്ണിയപ്പം കൊടുത്ത് സുചേട്ടാ, നീലുവിന്റെ ഉണ്ണിയപ്പം കൊടുത്ത എല്ലാരും. നീലുവിന് ഉണ്ണിയപ്പം ഉണ്ട്, അത് അമ്മേന്റെ. അത് പിടിക്ക്, അത് പിടിച്ച മോനെ അമ്മയുടെ ആ സാധനം കാണിച്ചെന്നെ. അതൊക്കെ ഉണ്ടാ. അയ്യോ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഈവനിങ്ങില് ഇതുപോലത്തെ ഫുഡ് കഴിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ?
എന്റെയോ നല്ല അഭിപ്രായം. എക്സ്പ്ലെയിൻ. ഇഷ്ടാണോ? നല്ല ഒരു ചായക്കടയാണ്, മിന്നൽ ചായക്കട. സൂപ്പറാണല്ലോ ഉണ്ണിയപ്പം. അടുത്തത് ഞാൻ കഴിക്കുന്നത് നമ്മുടെ പഴംപൊരിനെയാണ്. പഴംപൊരീന് നീലുന്റെ കഴിയാറായോ? കാണിച്ചേ. അനങ്ങിയില്ലല്ലോ, വേഗം കഴിക്ക്. അമ്മയുടെ അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിച്ച് ഇനി നമ്മളൊരു ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഹുദൈബിയയിലാണ്. അവിടെ ഫിഷ് ഉണ്ടാവുമോയെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അല്ലേ സുജിയേട്ടാ? സുജിയേട്ടൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഹുദൈബിയയിലേക്ക് പോകുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ഫിഷ് വാങ്ങിക്കുന്നത് ഇപ്പം റീസെൻ്റ്ലി എപ്പോഴും ലുലുന്നാ വാങ്ങിക്കുക. ഐ തിങ്ക് ഒരു യുദ്ധത്തിനൊക്കെ മുന്നേ എനിക്ക് തോന്നുന്നു നമ്മള് മറ്റേ ഹിദ്ദിൽ പോയിട്ട് കുറേ നാളായി തോന്നുന്നു അല്ലേ? മുന്നേ നമ്മൾ ഹിദ്ദിൽ പോവാറുണ്ടായിരുന്നു. പക്ഷെ ഹിദ്ദ് കുറച്ച് ലോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ ഒരു 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇത്രയും ദൂരം വണ്ടി എടുത്ത് പോകുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ പതിയെ നമ്മുടെ നോർമൽ ഷോപ്പിങ്ങിൽ തന്നെ ഫിഷ് ഇൻക്ലൂഡ് ചെയ്തു. സോ അതെപ്പോഴും ലുലുവിലാണ് ഉണ്ടാവാറ്. ഇന്നിപ്പം നമുക്ക് ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് നമ്മളൊന്ന് വിചാരിച്ചു എന്നാൽ ഒന്ന് ഹുദൈബിയയിൽ പോയി നോക്കാം. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. സോ അത് അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, നീലുവിന് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ നീലുവിന് പറയാനുള്ള ഒന്ന് കേട്ടോടെ. എന്താ പറയാനല്ലേ മോനെ? ഫിഷ് വാങ്ങിട്ട് വരുമ്പോൾ പൈസ കൊടുക്കടാ. ഓക്കെ, എത്ര പൈസ? കൊറേ കൊടുക്കണോ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വ്ളോഗിങ്ങിൽ ഇതുപോലെ പറയാൻ വേണ്ടിയിട്ട്. കാരണം അവനും ശ്രമിക്കുന്നുണ്ട് ഒരു വ്ളോഗർ ആവാൻ വേണ്ടിട്ടല്ലേ നീലോ? കണ്ടോ, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പോയി അമ്മനെ പിടിക്കും. ഈ ഭാഗം ഞാൻ അധികം ഫോക്കസ് ചെയ്യാത്തത് ഇവിടെ പോലീസ് സ്റ്റേഷനാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഹുദൈബിയയിലോട്ട് യാത്രയാവാം. ഇതാണ് നമ്മുടെ ഹുദൈബിയൻ തെരുവുകൾ എന്നൊക്കെ പറയാം. തെരുവ് നല്ല കേട്ടോ. അതാ അവിടെ കുറേ മീൻ വെക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നടു റോഡിലിരുന്ന് മീൻ പറ്റുമോന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇതിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മീൻ വാങ്ങാൻ വന്നത്. സ്ട്രീറ്റിൽ ഇങ്ങനെ മീൻ വെക്കുന്നതാണ്. എനിക്ക് ഏത് മീൻ? അത് മരുന്ന് വെക്കാം കേട്ടോ, മരുന്ന് വെക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ പറ. ആ തൊടല്ലേ മണക്കും. അതൊക്കെ ഉണ്ടോ? ഇത് റോഡ് സൈഡിലാണ് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ റോഡിൻ്റെ, അതായത് റോഡിൻ്റെ നടുവിലൊക്കെയാണ് ഇവരിരുന്ന് മീൻ വിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പെർമിഷൻ ഉള്ളതാണെന്ന്. പിന്നെ ഇത് ലോക്കലി പിടിക്കുന്ന മീനാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുക. നമ്മളിപ്പോൾ ലുലുലോ മാർക്കറ്റിലൊക്കെ അല്ലെങ്കിൽ നെസ്റ്റോലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നും ഒമാനിൽ നിന്നും സൗദിയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും അങ്ങനെ പല പല കൺട്രീസിൽ നിന്ന് കിട്ടും ഫിഷൊക്കെ. പക്ഷേ ഇത് ലോക്കൽ ബഹ്റൈൻ്റെ മാത്രം ഫിഷാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ റേറ്റ് കുറവെന്ന് അറിയില്ല. ലോക്കലി ഇവർ പോയി പിടിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നൊരു പരിപാടി, ബോട്ടിലൊക്കെ ഫിഷിങ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ കൈൻഡ് ഫിഷും ഉണ്ട്. ബഹ്റൈൻ്റെ ഫിഷാണ്. പക്ഷെ റേറ്റ് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്നാലും വലിയ ചേഞ്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് അത്ര വലിയൊരു ചേഞ്ചായിട്ട് ഫീൽ ചെയ്തില്ല. നമ്മൾ ലുലുന്നൊക്കെ വാങ്ങിക്കുന്ന ഏകദേശം അടുത്ത പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.